ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല, നമുക്കറിയാലോ, കുറച്ച് സ്ലോ ആണ് ഉള്ളി അരിയാനൊക്കെ. നമുക്ക് മെല്ലെ മെല്ലെ അരിയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു RJ വ്ലോഗ്സ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒന്നുമല്ല. നമുക്കിവിടെ വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് നോർമലി എനിക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചിക്കൻ കറി പല സ്റ്റൈലിൽ നമുക്ക് വെക്കാൻ പറ്റും ഇല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ വൈഫ് ഇവരൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വെക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ബാച്ചിലേഴ്സ്, അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആൾക്കാർ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി വേ ഓഫ് കുക്കിംഗ് ആയിരിക്കും അല്ലേ, എസ്പെഷ്യലി പ്രവാസികൾ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണം പ്ലീസ്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ചിക്കൻ, ഏകദേശം ഒരു 1 kg ചിക്കൻ ഉണ്ട്. ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ കാലാണ്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം ആദ്യം. ഓക്കെ, എന്നിട്ട് ഫ്രിഡ്ജിനകത്തൊരു ഹാഫ് ആൻ അവർ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില്ലി പൗഡറാണ്. ഇത് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് കുറച്ച് ഉപ്പ്. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്യും. നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഞാനൊരു തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ഫുൾ ഇടേണ്ട ആവശ്യമില്ല, നമുക്കൊരു 2 സ്പൂൺ തൈര് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ തൈര് കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ഇതിലിട്ടിരിക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കിനി കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ചിക്കൻ മസാല പിന്നെ കുറച്ചുകൂടെ ഈ പൊടികളൊക്കെ ഒന്നുകൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ഈ ചിക്കൻ്റെ ലെഗ്സ് ഉണ്ടല്ലോ, ഞാൻ അതുകൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ തൈരൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഇതിൽ പൊടികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഞാൻ ചിക്കൻ മസാല. ഓക്കെ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതും ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ്. നമുക്കിതൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഹായ് ഗൈസ്, അപ്പോൾ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അത് എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിക്കൻ മാത്രം വെച്ച് കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കറിക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. 2 മതിയാവും തോന്നുന്നു. പിന്നെ 2 തക്കാളി നിങ്ങൾക്ക് 1 വേണമെങ്കിൽ 1 ഇടാം, 2 വേണമെങ്കിൽ 2 ഇടാം. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ആൻഡ് 2 ചില്ലീസ്, 2 പച്ചമുളക്, ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇത് ആഡ് ചെയ്യുന്നില്ല, അതായത് ഇഞ്ചി ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, സോ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇഞ്ചിയൊക്കെ എനിക്കിട്ട് അരിഞ്ഞ് അതൊക്കെ കുറച്ച് പാടാണ്, മനസ്സിലായില്ല. നമ്മൾ ബാച്ചിലർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സമയം വളരെ കുറവാണ് കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, അരിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് സ്ലോ ആണ് ഉള്ളി അരിയാനൊക്കെ, നമുക്ക് മെല്ലെ മെല്ലെ അരിയാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളി പ്ലസ് ഞാനൊരു തക്കാളി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ തക്കാളി കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്യുന്നു. കറിക്ക് വേണ്ട സ്പൈസസ് ആണ്. ഇത് ചിക്കൻ മസാല 1 ടീസ്പൂൺ, ആൻഡ് ഇത് ഗരം മസാല, പിന്നെ ഇത് കുറച്ച് ഗ്രാമ്പൂ, പെട്ട, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഇനിയിപ്പോൾ നമ്മുടെ കറിയിൽ ആഡ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പാത്രം ചൂടായതിനു ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുന്നതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എണ്ണ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണ്. സോ ടുഡേ ഐ എം ഗോയിങ് ടു യൂസ് കോക്കനട്ട് ഓയിൽ. നമ്മുടെ നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് ഓയിലാണല്ലോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നമുക്കതിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ അതിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോറി, ഞാൻ ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ കുക്കിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഇംപെർഫെക്ഷൻ തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത്. പ്ലീസ് എക്സ്ക്യൂസ് മീ. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇത് മാത്രമാണ് ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഉള്ളിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നതായിരിക്കും. കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് ഇതാവട്ടെ. ഞാൻ അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ആഡ് ചെയ്യാറില്ല. നോക്കാം, നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആവാറുണ്ട്. ഇവിടുത്തെ ഉള്ളികളൊക്കെ പെട്ടെന്ന് ഫ്രൈ ആവും. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ. പിന്നെ മാക്സിമം തീ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമ്മുടെ ഉള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വെളുത്തുള്ളി ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് മിക്സ് ചെയ്യാം. സോ ഇതിലോട്ട് ഞാനിപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുകൂടെ മിക്സ് ചെയ്യാം. നമുക്കിത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഗൈസ്, ഇതിനകത്തോട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനാകെ ഒരു 1.5 ടീസ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരുപാട് ജിഞ്ചർ ഗാർലിക് അത്ര ഇഷ്ടമല്ല ചിക്കൻ കറിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലോട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ വലിയ വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി 2 തക്കാളി എടുത്തു. ബട്ട് ആക്ച്വലി 1 is enough. ഒരു തക്കാളി വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി മാത്രമേ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. തക്കാളി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള മസാലാസ് ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള മസാലാസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തക്കാളി ഒന്ന് വേവട്ടെ. തക്കാളി നന്നായിട്ട് വേവുന്നുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് വേവട്ടെ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ള പൊടീസൊക്കെ ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലൊരു തിക്കായിട്ട് കിട്ടും. നേരെ മറിച്ച് തക്കാളി വെന്തില്ലെങ്കിൽ അറിയാലോ നമുക്ക് ആ തക്കാളിയുടെ ഒരു പച്ച ചൊവ്വ എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അത് ഉണ്ടാവും കറിയിൽ. അതെനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോൾ തക്കാളി നന്നായിട്ട് നമുക്ക് വേവിക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല, കുരുമുളക് പൊടി പ്ലസ് കുറച്ച് ഗരം മസാല ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം മസാലാസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തു. പിന്നെ നിങ്ങൾ ഓൾറെഡി ഓർക്കേണ്ട കാര്യമാണ്, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ കൂടാതെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിലൂടെ ഞാൻ ചെറിയ രീതിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല. ബട്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ഓൾവേസ് ബി കെയർഫുൾ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മസാലാസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഓക്കെ, ചിക്കൻ നന്നായിട്ട് മാരിനേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ആയിട്ട്. അപ്പോൾ നമുക്കിനി നേരെ പാത്രത്തിലോട്ട് ആഡ് ചെയ്യാം. സോ ഞാൻ ചിക്കൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, ബിക്കോസ് ഓൾറെഡി ചിക്കനിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രേവി അധികം വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഞാൻ അതിലോട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് ഇളക്കി. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ചിക്കൻ ഏകദേശം ഒരു 20 മിനിറ്റോളം വേവണം. അറിയാമല്ലോ നമുക്ക് അതിൻ്റെ വേവ് നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചെന്നിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്കിതിൽ ഫിനിഷിംഗ് സ്റ്റേജാണ്, അത് നമുക്ക് ലാസ്റ്റ് കാണാം. നന്നായിട്ട് ലോ ഫ്ലെയിമാണ്, ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊരു കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടോ, ഞാൻ ഇടയ്ക്ക് വന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് നല്ല തുറന്ന് നോക്കാം. ഓക്കെ, വാവ്, നല്ല മണം. നമ്മുടെ കിലുക്കത്തിലെ രേവതി പറയുന്ന പോലെ നല്ല കോഴിയുടെ മണം എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ അടുത്ത് ആഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മല്ലിച്ചപ്പ്. ഓക്കെ, അതായത് നമ്മുടെ മല്ലിത്തട എന്ന് പറയാറുണ്ട് സാധാരണ. ഓക്കെ, നമ്മൾ മല്ലിച്ചപ്പാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ. ഓക്കെ, നല്ല മണമുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു. എരിവ്, ഉപ്പ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മല്ലിത്തഴ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കഴുകി വെച്ചിരിക്കുന്ന മല്ലിത്തഴ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നല്ലപ്പോൾ കളർഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി യമ്മി ടേസ്റ്റി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ ചിക്കൻ കറിയാണെന്ന് എനിക്കറിയില്ല. നാടൻ ചിക്കൻ അല്ല അല്ലേ, സോറി, ഇത് ബ്രോയിലർ കോഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചൂടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് എനിക്ക് കഴിക്കാനുള്ള ചിക്കൻ കറി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, ചിക്കൻ കറി വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റും. ബട്ട് ഇപ്പോൾ ലഞ്ച് ടൈമാണ്, സോ ഞാൻ ചോറാണ് പ്രിഫർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചിക്കൻ കറി മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല, സത്യം പറയില്ല. എനിക്കൊരു കൺസിസ്റ്റൻസി കിട്ടാറില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ എനിക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാറില്ല. ബട്ട് എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് കറി ഉണ്ടാക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് എന്താ കാട്ടിക്കുട്ടി എന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ്സ് മൈ വേ ഓഫ് സ്റ്റൈൽ. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് എനിവേ ഇത് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കഴിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് കഴിക്കാനൊക്കെ ദേ വിൽ ലൈക്ക്, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.